ഹലോ, സോണിച്ചൻ എവിടെയാ? ഞാനിവിടെ താഴെയുണ്ട്. നിങ്ങൾ വരുന്നില്ലേ? ഓക്കെ വെച്ചോളൂ, ഞാൻ എന്താ വരുക. അവരെന്തായാലും വന്നില്ലേ? അവര് ഓൺ ദ വേ ആണെന്നാ പറഞ്ഞത്. ഓ, നല്ല തണുപ്പുണ്ടല്ലേ. കാലാവസ്ഥയ്ക്ക് ഒരു മാറ്റവും ഇല്ലല്ലേ. ശരിയാടോ, പക്ഷെ ഇന്നലത്തേനൊക്കെ ഇന്ന് കുറവില്ലേ? വ്യത്യാസം ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? ഉണ്ടെന്ന് തോന്നുന്നു. അനുവേ അവര് കുറച്ചേരായിട്ട് വന്ന അവിടെ തടുപ്പത്ത് കുത്തിയിരിപ്പുണ്ട് കേട്ടോ. നമ്മളിപ്പോ അവിടെ എത്തുകയല്ലേ, അടുത്തെത്തിയില്ലേ? നമ്മളടുത്ത് ഇങ്ങോട്ട് അങ്ങോട്ട് കയറിയാ മതി. അതെ വരുന്നുണ്ടല്ലോ. എത്തിയല്ലോ. കുറെ നേരമായി ഇവിടെ വന്നിരിക്കുന്നു. അല്ലേലും ഞങ്ങളല്ലേ ഇന്നും നേരത്തെ വന്ന് ഇവിടെ ഇരിക്കുന്നത്. ഇതൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് അപ്പുറത്തും ഇപ്പുറത്തും ഇങ്ങോട്ട് വന്ന് ഇറങ്ങിയിരുന്നാ മതി. ഞങ്ങൾ രണ്ടുപേരും അങ്ങ് ഇതിൽ നിന്ന് വരുക. വരുന്ന വഴിക്ക് എന്നാ മഴയൊക്കെ ആയിരുന്നു. ഒരു ദിവസവും മുടങ്ങാതെ ഞങ്ങൾ ഇവിടെ വരാറുണ്ട്, അത് ഓർക്കണം. പിന്നെ നിങ്ങളൊരു കാര്യം പറഞ്ഞോ, നാളെ നമ്മുടെ ടോണിച്ചൻ വെക്കേഷൻ കഴിഞ്ഞ് ലാൻഡ് ചെയ്യുക. നിങ്ങളൊക്കെ മറന്നോ? അപ്പൊ നാളെയാ വരുന്നല്ലേ? പിന്നെ അപ്പൊ നമ്മള് പൊളിക്കും നാളെ. പിന്നെ അല്ലാണ്ട് നമ്മുടെ ഈ കൂട്ടത്തില് അടിപൊളി ഒരു പാർട്ടി മൂഡ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അവൻ വേണം. നാളെ അപ്പൊ അവൻ വരുമ്പോ എന്തായിരിക്കും? ശരിയാ, ലാസ്റ്റ് ടൈം നമ്മള് കൂടിയത് പുള്ളി വന്നപ്പോഴാ. പിന്നെ ലാസ്റ്റ് വെക്കേഷന്. അതെ ശരിയാ. നാളെ അവൻ വരുവാണെന്നുണ്ടെങ്കിൽ നല്ല മുന്തിയാന സ്കോച്ചുമായിട്ട് അവൻ വരുന്നത്. അവന് ഇഷ്ടം പോലെ കാശില്ലേ അവന്റെ കയ്യില്? പിന്നെ ഇത്തവണ അവൻ നാട്ടിൽ പോയപ്പോ ലേറ്റസ്റ്റ് ഐഫോണും കൊണ്ടൊക്കെയാ പോയേക്കുന്നത്. പിന്നെ അവൻ ഒറ്റ മോനല്ലേ, ലാളിച്ചും കൊഞ്ചിച്ചും വളർത്തുന്നതല്ലേ, എന്തായാലും കൊണ്ട് കൊടുക്കുന്നത്. അവൻ നമ്മുടെ സുഹൃത്തായതുകൊണ്ട് എന്തുകൊണ്ട് നമുക്ക് അഭിമാനിക്കാം അല്ലേ? ഹലോ, എല്ലാരും നേരത്തെ എത്തി നോക്കണേ. ഞങ്ങൾ ആലോചിച്ചിരിക്കുവായിരുന്നു, ഇന്ന് അച്ഛനെ കണ്ടില്ലല്ലോ. ഇന്ന് പണിക്കൊന്നും പോയില്ലയോ? പണി കഴിഞ്ഞേ, നിങ്ങളെ കാണാൻ വേണ്ടി ഇങ്ങോട്ട് ഇറങ്ങി വന്നതാ. അച്ഛാ, നമ്മളെ ടോണിച്ചൻ നാളെ ലാൻഡ് ചെയ്യുക. നമ്മൾ അതിനെപ്പറ്റി സംസാരിച്ചോണ്ടിരിക്കുക. കോളടിച്ചല്ലോ. നാളെ അവന്റെ ഒമ്പം പാർട്ടി ആയിരിക്കുമല്ലോ. അപ്പൊ അച്ഛായ നാളെ കാണത്തില്ലേ? ഇല്ലടാ മക്കളെ, നാളെ എനിക്ക് ചെറിയ വർക്കുകളുണ്ട്, ചിലപ്പോഴേ കാണത്തുള്ളൂ. കോഴിക്കോട് വടകരയിൽ 54 ഗ്രാം MDMA യുവാവ് പിടിയിൽ. വേളം പെരുവയ സ്വദേശി റാഷിദിനെയാണ് ഡാൻസ് ഓഫും വടകര പോലീസും. എന്റെ അച്ചായോ ആ ഫോണൊന്ന് മാറ്റി വെക്കട്ടെ. അച്ഛനങ്ങ് ഫോണിന് അഡിക്റ്റ് ആണെന്ന് തോന്നല്ലോ. നമ്മളൊക്കെ എന്നും വൈകിട്ട് ഇതുപോലെ കൂടുന്നത് നമ്മുടെ കുറച്ച് നല്ല നിമിഷങ്ങൾ പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ്. ഇന്ന് മൊബൈൽ തുറന്നാലും TV തുറന്നാലും ഇതൊക്കെ മാത്രമേ കേൾക്കാനുള്ളൂ. ഇന്ന് നാടിന്റെ ഒരു അവസ്ഥയെ അല്ലേ, ഇതൊരു കഷ്ടമാണല്ലേ. പണ്ടത്തെ നമ്മുടെ കുട്ടിക്കാല ഓർമ്മയുണ്ട്. നമ്മൾ സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ വീട്ടിൽ വരും. വീട്ടിൽ നിന്ന് നമ്മളൊരു ഗ്രൗണ്ടിലോട്ട് പോയി കുറെ കളികളൊക്കെ കളിച്ച്, പിന്നെ നമ്മളവിടെ കൂട്ടുകാരുമായിട്ട് അവിടെ ഇരുന്ന് കുറെ കാപ്പിയും കാര്യങ്ങളൊക്കെ കുടിച്ച് എന്തൊരു സന്തോഷമായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ ജനറേഷൻ കണ്ടില്ലേ, ന്യൂസിനകത്തൊക്കെ കേൾക്കാൻ പോലെ കംപ്ലീറ്റ് കൂടെ ഇരിക്കുക, ഡ്രഗ്സ് അടിക്കുക, കാലം പോയൊരു പോക്കേ. നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് നമ്മൾ ഒരു മേശയ്ക്ക് ചുറ്റും ഇരുന്ന് നമ്മളെല്ലാം ആഹാരം കഴിച്ച് സന്തോഷത്തോടെ ഓരോ ദിവസങ്ങളും പോകുന്നേ അറിയുന്നില്ല. ഇന്നത്തെ കാലത്ത് എങ്ങനെയാണ്? എല്ലാവരും ഓരോ മൂലയ്ക്ക് മൊബൈലും കൊണ്ട് പോകുന്നു, ഫുഡ് കഴിക്കുന്നു. സത്യമാണ്. പണ്ടൊക്കെ നമ്മുടെ വീടുകളിലിരുന്ന് നമ്മൾ TV ഒക്കെ കാണുമ്പോൾ എന്തെങ്കിലും ഒരു പാട്ട് സീനോ എല്ലാം വന്നൊരു നമുക്ക് അന്നേരം തന്നെ ഒരു ചമ്മലാണ്. നമ്മൾ പെട്ടെന്ന് ചാനലൊക്കെ മാറ്റി വിടും ഇല്ലേ. പക്ഷെ ഇന്നൊന്നും അങ്ങനൊന്നും അല്ല. ഇന്നെല്ലാം ഓപ്പണാണ്. യൂട്യൂബ് തുറന്നാലേ എന്തെല്ലാം വീഡിയോസ് ഒക്കെ കാണുന്നു. ഒരു പ്രൈവസി പോലും ഇല്ലാതാണ് എല്ലാം പ്രചരിക്കുന്നത്. ഇന്നത്തെ തലമുറകൾ നശിക്കുന്നതിന്റെ ഒരു മെയിൻ കാരണം ഇതൊക്കെ തന്നെയാണ്, ഈ മീഡിയാസ് ആണ്. നമ്മുടെ പിള്ളേരെ ചീത്തയാക്കുന്നത് നമ്മൾ തന്നെ. അവർ പറയുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ മേടിച്ചു കൊടുക്കും. പക്ഷെ പിന്നീട് അവരതെന്താ ചെയ്യുന്നതെന്ന് നമ്മൾ നോക്കുന്നില്ല. അതിനെല്ലാ കുഞ്ഞുങ്ങളും അങ്ങനെയല്ല. വീട്ടിലെ പ്രയാസം അറിഞ്ഞ് പറയുന്ന കുഞ്ഞുങ്ങളും ഉണ്ട് അല്ലേ? പണ്ടൊക്കെ നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് നമ്മൾ ചെയ്തിട്ടുള്ള കൂടിച്ചേരലുകളാണ് ഇന്നും ഈ ബേറിന്റെ പ്രദേശത്ത് നമ്മളെ ഇതുപോലെ വൈകുന്നേരങ്ങളിൽ കൂടാൻ പ്രേരിപ്പിക്കുന്നത്. ഇന്നത്തെ തലമുറകൾക്കൊക്കെ ഇതൊക്കെ ഉണ്ടോന്ന് പോലും നമുക്ക് അറിയത്തില്ല. അനുവായി സമയം എത്രയായി? നമുക്കെന്നാ പോയാലോ? പിന്നെ നമുക്ക് നാളെ എല്ലാവരും അവിടെ വെച്ച് കാണാം 6 മണിയാകുമ്പോഴത്തേക്ക്.
അവൻ കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്ന പോലെ നല്ല മുയലും പന്നിയൊക്കെ കൊണ്ടുവന്ന് കാണുമായിരിക്കും. തകർക്കണം. പിന്നെ എന്തൊക്കെയാ വിശേഷങ്ങളൊക്കെ? എടാ ഇങ്ങനെ പോന്നു. നാട്ടിലെല്ലാരും സുഖമായിരിക്കും. അമ്മച്ചി എല്ലാവരും സുഖമായിട്ടിരിക്കുന്നടാ. കൊണ്ടുപോയ ഐഫോണൊക്കെ ചെറുക്കിന് ഇഷ്ടപ്പെട്ടോ? കുഴപ്പമില്ല അവന്. കുഴപ്പമില്ല. പയ്യനെന്തോ ഈ വട്ടം ബുള്ളറ്റൊക്കെ മേടിക്കാന്നൊക്കെ പറഞ്ഞു, മേടിച്ചോ? ഇല്ലടാ, ബുള്ളറ്റൊന്നും മേടിച്ചില്ല. ഇച്ചിരി പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു, കാരണം പറ്റിയില്ല. എടാ ഒരു മിനിറ്റ് നിങ്ങൾ ഇരിക്കേ, ഞാൻ വീട്ടിൽ നിന്ന് വിളിക്കുന്നു. അവളൊന്ന് സംസാരിച്ചിട്ടുണ്ട്. പറയടി. എന്നാ പിന്നെ എല്ലാം സെറ്റ് ആക്കുമല്ലയോ? അയ്യോ എന്തായി ഫുഡ് ഓർഡർ ചെയ്യുന്നത്? സലാമത്തെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, ഇപ്പൊ ഫുഡ് വരും. എത്ര നാളായെന്ന് കൂടിയിട്ട്. അനൂപേ, നീ കഴിഞ്ഞ വർഷം ഓവറാണ്, ഈ പ്രാവശ്യം നിനക്ക് കുറച്ചേ ഞാൻ തരുവുള്ളൂ. അപ്പൊ അനുവേ നമുക്ക് ഇതേ സെറ്റ് ചെയ്യാം. സാധനങ്ങളൊക്കെ പറക്കി മാറ്റാം. ചേച്ചോ സാധനം പെട്ടെന്ന് കൊണ്ടുപോവാ. एक मिनट है, अभी आएगा. ഇത് പോയതാന്ന് തോന്നുന്നു. അതെ വരുന്ന. ലിജോ കൊറേ നേരമായല്ലോ അവൻ പോയിട്ട്. പോയെന്ന് നോക്കി. ഇല്ലടാ, ഒരു മിനിറ്റ് ഫോൺ ചെയ്തോണ്ടിരിക്കും. അതേ സാധനം എവിടെയാ അളിയാ? കൈയും വീശിയാണ് ഇറങ്ങി തരുന്നത്. പോയി സാധനം എടുത്തോണ്ട് പോവാ. ഒരു വർഷമായില്ലേ കൂടിയിട്ട്. അളിയന്മാരെ മറ്റൊന്നും വിചാരിക്കല്ലേ, ഞാൻ ഈ പ്രാവശ്യം ഒരു സാധനം മേടിച്ചില്ല. എനിക്ക് അതിൻ്റെതായ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതിന് കുറച്ച് കാര്യങ്ങളുണ്ട്, ഞാൻ പറയാം. എടാ, ഞാനൊരു തീരുമാനമെടുത്തിട്ടാണ് നാട്ടിൽ നിന്ന് പോകുന്നത്. ഇനി ഈ വക സാധനങ്ങളൊന്നും ഉപയോഗിക്കില്ലെന്ന് ഞാനൊരു തീരുമാനം എടുത്തു പോയടാ. അളിയ നീ ചുമ്മാ തമാശ പറയും. നീ പോയി സാധനം എടുത്തോണ്ട് വാടാ. എടാ സത്യമാടാ ഞാൻ പറഞ്ഞേ, ഞാനൊന്നും മേടിച്ചിട്ടില്ല. എന്നാ നിങ്ങൾ വീട്ടിലേക്ക്, ഞാൻ പോയി സാധനം മേടിച്ചിട്ട് വരാം. നീ ഇരിക്കടാ, തക്കതായ കാരണമുണ്ട്, ഞാൻ പറയാം. എടാ നീ വിഷമിക്കാടാ, കാര്യം പറ. നിന്റെ കൂടെ ഞങ്ങളില്ലയോ? പറയടാ, എന്താണ് നിന്റെ പ്രശ്നം? നിങ്ങൾക്കറിയാലോ, എന്റെ മകൻ +1 പഠിക്കുക. അവന് ഈയിടെയായിട്ട് കുറച്ച് ദുശീലങ്ങളുണ്ട്. മൊബൈൽ ഗെയിം കളിച്ച് അവൻ എന്റെ കുറെ കാശുകൾ, അതൊക്കെ എനിക്ക് സഹിക്കാവണം. പക്ഷെ ഈയിടെയായിട്ട് അവൻ മാരകമായ ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചെന്ന് പറഞ്ഞപ്പോൾ ഞാൻ തകർന്നു പോകണം. ഞാനും എന്റെ കുടുംബവും. ഞാൻ നാട്ടിലുള്ള ഒരു ദിവസം അവൻ ഒത്തിരി ലേറ്റ് ആയിട്ടാണ് വന്നത്. ആ ഒരു ദിവസം ഇന്നെങ്ങാണെങ്കിൽ റേഡിയോന്ന് ശരിയായി കിട്ടുമോ? ഇതിന്ന് ശരിയാക്കി അമ്മയ്ക്ക് ഒരു ക്രിസ്തീയ ഗാനം വെച്ച് തന്നിട്ടേ ഞാൻ ഇന്ന് എവിടെയും പോകുന്നുള്ളൂ. അമ്മയ്ക്ക് ഓർമ്മയില്ല അമ്മേ, പണ്ടത്തെ വയലും വീടും നാടകവും അതൊക്കെ കേട്ടിട്ടാണ് ഞാൻ ചോറ് തരുകൊണ്ടിരുന്നത്. മോനെ, ജിതൻ മോനെ ഇതുവരെ കണ്ടില്ലല്ലോ. എന്നും അവൻ ലേറ്റ് ആയിട്ടാണല്ലോ വരുന്നത്. സമയം ഇത്രയായല്ലോ.
ഈയിടെയായിട്ടേ അവന്റെ പോക്ക് അത്ര ശരിയല്ല, എനിക്കും തോന്നിയിട്ടുണ്ട്. ആമ്പിള്ളാരല്ലേ, അവൻ എന്റെ മോനാ, അവൻ അങ്ങനൊന്നും വഴിവഴിച്ച് പോകത്തില്ല. എടാ എവിടെയാ ഇത്ര നേരം? എന്നും നീ ഇപ്പൊ ലേറ്റ് ആയിട്ടാണല്ലോ വരുന്നേ. എടി നീ ഒന്ന് പോയി നോക്കടി, അവൻ എന്തോ ഒരു വിഷമം പോലെ. എടാ എന്നടാ വന്ന അവിടെ കയറി കിടക്കുന്നേ? ഡ്രസ് ഒന്നും മാറൊന്നും വേണ്ടായോ? എന്നെ വിട്ടിടാ. പോകുന്നുണ്ടോ? നിനക്ക് എന്നാ പറ്റും മോനെ? പനി വല്ലതും ഉണ്ടോ? നീ സ്കൂളിൽ കൊണ്ടുപോയി ഭക്ഷണം ഒന്നും കഴിച്ചില്ലേ എന്നാ? എന്റെ തലയ്ക്ക് ഭ്രാന്ത് പിടിപ്പിക്കാണ്ട് രണ്ടുപേരും റൂമിൽ നിന്ന് ഇറങ്ങി പോകുന്നുണ്ടോ? ഇങ്ങോട്ട് നോക്കി, ഇതൊക്കെ ഇപ്പൊ നമ്മുടെ മോൻ കൊണ്ടു നടക്കുന്നത്. എന്ന് മുതലാണ് നിനക്ക് ദുഷിലൊക്കെ തുടങ്ങിയത്? മോനെ, നീ എന്നു മുതലാടാ ഈ വേണ്ടാത്ത ശീലങ്ങളൊക്കെ തുടങ്ങിയത്? നീ ഞങ്ങളെ കുറിച്ച് ഓർത്തു, നീ നിന്റെ ഭാവിയെ കുറിച്ച് ഓർത്തു. അപ്പന്റെ ഫ്രണ്ട്സിനും കമ്പനി വിടാമെങ്കിൽ എന്തുകൊണ്ട് ഞങ്ങൾ പുതിയ തലമുറയ്ക്ക് ഇതായിക്കൂടാ? നിന്റെ അപ്പൻ ഈ വക മാരക ലഹരികൾ ഉപയോഗിക്കുന്നത് നീ കണ്ടിട്ടുണ്ടോടാ? കണ്ടിട്ടുണ്ടോ? നിന്നെ അപ്പം വല്ലപ്പോഴും ഫ്രണ്ട്സിന്റെ കൂടെ കമ്പനി വിടുന്നല്ലേ ഉള്ളൂ. എനിക്കോ ഈ വീടിനോ സമൂഹത്തിനോ എന്തെങ്കിലും ഒരു ദ്രോഹമോ ദോഷമായിട്ടോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇതുപോലുള്ള മാരക ലഹരി വസ്തുക്കൾ ഇന്നേ വരെ അങ്ങനെ ഇവിടെ ഉപയോഗിച്ചിട്ടുമില്ല. അറിയാമോ നിനക്ക്? നീ വാ, അവൻ റെസ്റ്റ് എടുക്കട്ടെ. അമ്മേ, എന്റെ മോൻ ഇങ്ങനെ ആകാൻ കാരണം ഞാനാണോ അമ്മേ? പറയടി, ഞാനാണോ? മോനെ, അവന്റെ അറിവില്ലായ്മ കൊണ്ട് ചെയ്തതാ. മോൻ അങ്ങ് ക്ഷമിക്കേ. ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾക്ക് ബുദ്ധിമുട്ടും പ്രയാസവും ഒന്നും അറിയത്തില്ല. പണ്ട് നമ്മൾ എന്തുമാത്രം കഷ്ടതയും പ്രയാസത്തിലും കൂടെയാണ് ജീവിച്ചത്. എന്റെ തലമുറയും നിന്റെ തലമുറയും ജീവിച്ചതുപോലെയല്ല ഇപ്പോഴത്തെ തലമുറയുടെ മുന്നോട്ടുള്ള പോക്ക്. നമ്മൾ വളർത്തി വലുതാക്കിയ കുഞ്ഞ് നിന്നെ കുറ്റപ്പെടുത്തുന്നു. അങ്ങനെ എത്രയോ എത്രയോ കുടുംബങ്ങളിൽ നടക്കുന്നുണ്ട്. നമ്മുടെ കുഞ്ഞിന്റെ പോക്ക് ശരിയല്ലെന്ന് ഞാൻ എത്ര പ്രാവശ്യം അവളോട് പറഞ്ഞിട്ടുണ്ട്. അവരെവിടെ പോകുന്നു, അവരെന്ത് ചെയ്യുന്നു എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അത് നമ്മുടെ വീടുകളിൽ തുടങ്ങണം. അങ്ങനെ ചെയ്താൽ ഒരു തലമുറയും നശിച്ചു പോകത്തില്ല. എനിക്ക് ഉറപ്പുണ്ട് എന്റെ കുഞ്ഞിനെ അങ്ങനൊന്നും ചെയ്യത്തില്ല. ഞാൻ അവനെ ഒന്ന് കാണട്ടെ. അതുകൊണ്ട് എൻ്റെ മകന് വേണ്ടിയും വളർന്നു വരുന്ന തലമുറയ്ക്ക് വേണ്ടിയും ഞാനെടുത്ത എൻ്റെ ഉറച്ച തീരുമാനമാണ്, ഇനി യാതൊരു വിധമായ ലഹരി വസ്തുക്കളും ഞാൻ ഉപയോഗിക്കത്തില്ല. നമ്മുടെ മക്കളുടെ ഹീറോസ് നമ്മൾ തന്നെയാണ്. നാളെയുടെ നല്ലൊരു തലമുറയ്ക്ക് വേണ്ടി ഞാനെടുത്ത തീരുമാനത്തിൽ നിങ്ങളും ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെയല്ലേടാ? അല്ലേടാ? അല്ലേ? എടാ, എന്റെ ഈ തീരുമാനത്തോടൊപ്പം ഞങ്ങൾ വന്നടാ. നമുക്ക് ഫുഡൊക്കെ കഴിച്ചിരിക്കാം. നിക്ക് ഇനി ഇതായിട്ട് ഞാനായിട്ട് ഇനിയും വലിക്കുന്നില്ല. എനിക്ക് ഇതിന്റെ ആവശ്യമില്ല. ഇത്രയും കഥയൊക്കെ കേട്ടിട്ട് ഇനി എനിക്ക് യൂസ് ചെയ്യാൻ തോന്നുന്നില്ല. ഇന്നത്തെ യുവതലമുറ വഴിതെറ്റുന്നതിൽ മുതിർന്ന തലമുറയിലെ നാം ഏതെങ്കിലും വിധത്തിൽ കാരണക്കാരായാൽ യുവതലമുറയെ തിരുത്തുന്നതിനോടൊപ്പം മുതിർന്ന തലമുറയിലെ നാമും സ്വയം തിരുത്തുവാൻ സന്നദ്ധരാകുക. തലമുറകൾ, നമ്മുടെ വളർന്നു വരുന്ന ഓരോ തലമുറകളും നല്ല നാളുകളുടെ ഭാവി വാഗ്ദാനങ്ങളാണ്. പൊതുസമൂഹത്തിനും വ്യക്തിബന്ധങ്ങൾക്കും മൂല്യമേകുന്ന നല്ലൊരു യുവതലമുറയെ വാർത്തെടുക്കുവാൻ നമ്മൾ ഓരോരുത്തരും പ്രതിജ്ഞാബദ്ധരാണ്.